ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് 3 ആണ്, കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഇപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത് സ്റ്റെപ്പ് 3 ആണ്, എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് പ്രകാരം ഇവിടെ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതായത് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇവിടെ കാൽക്കുലേഷനുമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കറിയാം ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ടാണ്. കാരണം അവിടെ എന്താണ്, നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാം, ആ പ്രോഫിറ്റ് നമുക്ക് സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടാണ്. അത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഫണ്ടാണ്. ഇൻറ്റേർണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സാണ് പ്രോഫിറ്റത്തെ ഫണ്ട് എന്ന് പറയുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്, അതും എന്താണ്, സോഴ്സ് ഓഫ് ഫണ്ട്. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, അതും സോഴ്സ് ഓഫ് ഫണ്ടാണ്. പക്ഷേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ ഫണ്ടാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതർ എക്സ്പെൻസസ് ഒക്കെ ഔട്ട്ഫ്ലോ ഫണ്ടാണ്. ഈ ഒരു മെത്തേഡ് ഈ ഒരു കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് 2 മെത്തേഡ്സാണ് ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡും. ഇങ്ങനെ 2 മെത്തേഡാണ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ കാൽക്കുലേഷൻ ബിഗിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് തുടങ്ങുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. കറൻറ്റ് ഇയർത്തെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഒരു കാൽക്കുലേഷൻ തുടങ്ങുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ എല്ലാ നോൺ ഫണ്ടും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലെസ് ചെയ്യുന്നുണ്ട്. നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതുക, അതിൻ്റെ കൂടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്യുക. നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ നോൺ ഫണ്ട് ഇൻകംസ് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു മെത്തേഡ് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് ഐറ്റം 2 കോളമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, പെർട്ടിക്കുലേഴ്സ് കോളവും എമൗണ്ട് കോളവും. ഫസ്റ്റ് ഐറ്റം എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കറൻറ്റ് ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളൊക്കെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ വരും, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ള ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഇതൊക്കെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് നമുക്ക് ഓപ്പറേഷൻ വേണ്ടാത്ത എക്സ്പെൻസസുകളാണ്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ് നമുക്ക് ലോസ് വരികയാണെങ്കിൽ, പിന്നെ ഇൻറ്ററിയം ഡിവിഡൻറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പിന്നെ ട്രാൻസ്ഫർ ടു റിസർവ്സ്. ഇത്രയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യാണ് വേണ്ടത്. ഇൻകംസ് എന്ന് പറയുകയാണെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടിയത്, ഡിവിഡൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ലോസാണ് കിട്ടണമെങ്കിൽ അതെന്താണ്, നമുക്ക് എക്സ്പെൻസാണ്, അത് ആഡ് ചെയ്യണം. ഇൻകമാണ് കിട്ടണമെങ്കിൽ അത് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓൺ അസറ്റ്സ്, അതായത് അസറ്റ്സ് വീണ്ടും റിവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്യണം. പിന്നെ റെൻറ്റ് റിസീവ്ഡ്, എക്സസ് പ്രൊവിഷൻ റിട്ടേൺ ഓഫ്, എക്സസ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് എഴുതുക, അതിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളൊക്കെ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസൊക്കെ ലെസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ലെസ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണെന്ത് ലെസ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻകംസ് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്.
നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇത് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക എന്നുള്ളത് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. പക്ഷേ ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കൂടിയാണ്. കാരണം ഇത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കൂടിയാണ്. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മളെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ഇവിടെ ബാലൻസ്, ഓപ്പറേറ്റിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഇൻ ദി അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യുക ലെസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിലും എഴുതും. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലും എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ 2 കോളം വരച്ച്, ഇവിടെ 4 കോളം വരച്ചിട്ടുണ്ട്. 2 പെർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യങ്ങൾ നേരത്തെ അതേ ഐറ്റംസ് തന്നെയാണ് എന്ത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതുന്നുണ്ട്? ഇൻകംസും ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തമ്മിലുള്ള ക്ലോസിംഗ് ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷനിൽ വരുന്നത്. ഇതിൽ വരുന്ന നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, ഗുഡ് വിൽ, പാറ്റൻസ് എക്സെട്ര, റിട്ടേൺ ഓഫ്, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ട്രാൻസ്ഫർ ടു റിസർവ്സ്, ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞാൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെൻസസ് സൈഡിൽ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആദ്യം എഴുതേണ്ടത് ഓപ്പണിങ്ങും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഫിഗറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മൂന്നാമത്തെ മെത്തേഡിൽ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.